അങ്ങനെ അടിമാലിക്ക് പോകുന്ന വഴി നമ്മൾ കോരങ്ങ സൈഡിലും നിർത്തി. അങ്ങനെ നമ്മൾ അടിമാലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴി കുറച്ച് കുരങ്ങന്മാരെയൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നിർത്തി. ജിത്തു ക്യാമറയൊക്കെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്കവാറും ഫോട്ടോ എടുപ്പ് പരിപാടിയൊക്കെ ആയിരിക്കും. കുരങ്ങന്മാരുടെ കൂടെ പിടിച്ചിനി അവന്മാരുടെ പുറകെ പോയി ഫോട്ടോ എടുപ്പൊക്കെ ആയിരിക്കും മിക്കവാറും പരിപാടി. നീ എന്തിനാണ് എന്റെ മേത്ത് ഈ ക്യാമറ കാണിക്കുന്നത് കള്ളപ്പന്നി? അതൊക്കെയാണ് പരിപാടികൾ. നോക്കാം. കലുങ്ക് കാട് ജിത്തുവിന്റെ ക്യാമറ. കലുങ്ക് കാട് ജിത്തുവിന്റെ ക്യാമറ. ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ ഈ കാണിച്ചേക്കുന്ന വൃത്തികേടിനെ പറ്റി ഗോകുലസ് രാജിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് പ്രോപ്പറായിട്ടൊരു വേസ്റ്റ് മാനേജ്മെന്റ് മെത്തേഡ് വേണം. യെസ്, അത് ആൾക്കാർ അറിയണം. അതറിഞ്ഞാലാണ് ആൾക്കാർ വേസ്റ്റ് അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഇതേ കണക്കിരിക്കും. ആകെ മെനയുള്ള കുറച്ച് സ്ഥലമുണ്ട്. അതെ, പിന്നെ ഒന്നുമില്ല കിട്ടാൻ. ഒന്നുമില്ല കിട്ടാൻ. ഇതൊക്കെ പ്രോപ്പറായിട്ടൊന്ന് ക്ലീൻ ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആയിട്ട് ഇടുവാണെങ്കിൽ ആൾക്കാർക്ക് ഇവിടെ വന്ന് വരിയൊക്കെ ഇരിക്കുമെങ്കിലും ചെയ്യത്തില്ലേ? അപ്പം ടൂറിസം. യെസ്. അപ്പൊ കുറെ കൂടി പൈസ നമ്മുടെ നാട്ടിലേക്ക് വരും. നമ്മുടെ നാട്ടിലേക്ക് കുറെ കൂടി പൈസ വന്ന ആർക്കാണ് അതിന്റെ ഗുണം? നമുക്ക്. നാട്ടുകാർക്ക്. അത് വേണ്ട, അത് വേണ്ട. നമ്മളിന്ന് ഗോകുലസ് രാജിന്റെ കാറൊക്കെ ആയിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ ഇലക്ട്രിക് കാർ ഉള്ളത് ഗോകുലസ് രാജിന് മാത്രമാണ്. നെക്സോൺ EV. നമ്മുടെ പല പല സംഘടിതമായ ഘട്ടങ്ങളിലും ഈ വണ്ടി നമുക്കൊരു മുതൽക്കൂട്ടായിട്ടുണ്ട്. നമ്മുടെ കണ്ണിൽ ഉണ്ണിയാണ്, കണ്ണിൽ ഉണ്ടൻ പൊരിയാണ്. ശരിയാട്ടോ, ഇത്രയും നാളായിട്ട് നമ്മൾ ജിത്തു പല വണ്ടികളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഒരുപാട് വണ്ടികളുടെ ഷൂട്ടിന് പോയിട്ടുണ്ട്. പക്ഷെ ഈ വണ്ടിയുടെ മാത്രം ഫോട്ടോ എടുത്തിട്ടില്ല. ഉണ്ടോ? ഏതിനാ? ഇല്ല. അങ്ങനെ ഇപ്പൊ സമയം 3 മണി. കഴിഞ്ഞ ദിവസം സമയം നോക്കി ഓർക്കുന്നുണ്ടോ? ഇന്ന് സമയമുള്ള 3:23. ഓക്കെ, നമ്മളിപ്പോ സമയം 3 രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇനിയിപ്പം നേരെ ശ്വേതയുടെ അടുത്താണ്. അവിടെ പോയിട്ട് വല്ലതും കഴിക്കണം. ഇന്നൊരു അടിപൊളി യാത്രയായിരുന്നു. ഇവിടെ വന്നു കുറെ നേരം ചുമ്മാ വണ്ടിക്കകത്ത് പാട്ടും കേട്ട് ചുമ്മാ ഇതിന് നേരെ തിരിച്ചു പോകണം. അല്ലേ പിങ്കേ? ശേഷം ഇനി അവിടെ ചെല്ലണം. അവിടെ ചെന്നിട്ട് വേണം കാര്യങ്ങളെല്ലാം തിന്നു മറിയാൻ. നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം എന്താണ് അവിടെ കാട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആ വീട് പണിതിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനു മുമ്പ് അവിടെ ഒരു വീട് പണിതു. ആ വീട് പണിതപ്പോ ആരെയും വിളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാരെയും വിളിക്കാൻ വേണ്ടിട്ട് വേറൊരു വീടും കൂടെ അവർ പണിയും. എന്തല്ലേ എന്നെ ഈ കാണിക്കുന്നേ? 1 2 3 ബ്ലൂപ്പ്. കൊക്കിന്റെ വീഡിയോ എടുക്കുന്നതാ. കൊക്ക് പിന്നെ ഒരു പുഴ മീൻ കാണുന്നത് കോക്ക. അത് കലക്കി മ്യാരകം സാരം. ചിരിക്കളിയാ ചിരിക്കുന്നേ. അങ്ങോട്ട് നോക്കി ചിരിച്ചേ, അങ്ങോട്ട് നോക്കി ചിരിച്ചു. എന്നിട്ട് സീരിയസ്നെസ് പിടിക്കേ. താമസം വന്നു, തിന്നു,
4-5 തവണ തിന്നു. ഇനിയിപ്പോ പണിയെടുക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രൈഡ് റൈസ് വന്നു, ചോറ് വന്നു, ചപ്പാത്തി വന്നു, പൊറോട്ട വന്നു. വയറൊക്കെ നേരിട്ടില്ലേ ആടെ ഇവന്റെയൊക്കെ പത്തി ഒന്ന് തെറ്റി. ഇവന്റെയൊക്കെ മതിയായ ഗിഫ്റ്റുകളെല്ലാം അപ്പുറത്ത് ആക്കിയിട്ടുണ്ട്. ഗിഫ്റ്റ് ഒക്കെ കാണിച്ചു കൊടുക്കണം. ഈ ബോയ് എന്തായാലും പരിപാടിയൊക്കെ സക്സസ് ആണ്. കമ്പനിക്ക് ലാഭം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അതെ അതെ കുഴപ്പമില്ല. വണ്ടിയുടെ ഇടയ്ക്ക് ആൾക്കാരിങ്ങനെ പണികളിങ്ങനെ സ്മൂത്ത് ആയി നടന്നുകൊണ്ടേയിരിക്കുന്നു. കൊണ്ടുവരുന്ന ഗിഫ്റ്റ് എന്ന് പറയണം. അല്ല ഞാൻ പറയണേ കമ്പനിക്ക് ലാഭം വരുന്നത് പറഞ്ഞതാ. ഇത് നമ്മള് ഇവനിത് പറഞ്ഞടിപ്പിക്കുന്നതല്ല കേട്ടോ. ഇവനിത് പറഞ്ഞടിപ്പിച്ചതേ അല്ല. അപ്പൊ നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുറിക്കകത്തേക്ക് സാധനങ്ങളൊന്നും തികയുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ എടുത്ത് നമ്മുടെ കാറിനകത്തേക്ക് കയറ്റാനാണ് പ്ലാൻ. ഞാൻ ഒരു വീട് പണിതാലോ ഒന്ന് ആലോചിക്കും. ഇതിപ്പോ കമ്പനിക്ക് ലാഭമാണല്ലോ. അടുത്തതായി കളിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. നീ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ വെള്ളയ്ക്ക് പോകണം. ഇതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ നമ്മൾ കൊടുത്ത സാധനങ്ങൾ അതെ അതെ, അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചന്നം പിന്നുമായി ചിന്നിച്ചേറി കിടക്കുവാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാരെ ലൈറ്റ് എഫക്റ്റ് ഒക്കെ ചെയ്യുന്നതാരാ? മേക്കപ്പ് ചെയ്യാൻ സ്ഥലം വെച്ചിട്ടുണ്ട്, പക്ഷെ പുള്ളി അതായത് വെളുവന പരിപാടിയാണ്. റൂമല്ലേ അവിടെ ഇത് അവളുടെ റൂമാണല്ലോ അല്ലേ. വലിയ അലങ്കാരപ്പണികളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതെ അതെ, പറയുടെ കീഴിൽ വെക്കാം. ബാത്റൂം എങ്ങനെ ഉണ്ട്? കൊള്ളാം. എക്സോസ്റ്റ് ഫാൻ, ക്ലോസറ്റ്, ബക്കറ്റ് ആൻഡ് കാൻ, വാഷ് ബേസിൻ. പറ്റിക്കലാണ് നിനക്കുള്ള പണി ഇതാ. ഇതിനകത്ത് ഇത് ഐരാവതം ഇത് എന്തുവാണ്? അത് ശരിയാണ്, ഐരാവതം വെള്ളയാണ്. എടുക്ക് കുട്ടി. നീലോടപ്പെട്ട കുട്ടിയാണെന്ന കമന്റ് വരും, അതുകൊണ്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തോ എനിക്ക്. ഇത് കുഞ്ഞിച്ചേതാ. ആയി അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം തീർന്നു. സൈഡിൽ കൂടെ വരാനല്ലേ. അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മുടെ ഇനി ഇപ്പൊ സമയം എന്തായി? രാത്രി 11 മണിയായി. അപ്പൊ ഇനി പയ്യെ വീട്ടിലേക്ക് പോണം. ഇനി ഇവിടുന്ന് ഒരു 60 എത്ര കിലോമീറ്റർ ഉണ്ടോ വീട്ടിലേക്ക്? 50-60 കിലോമീറ്റർ സംതിങ് കണ്ടുണ്ട് വീട്ടിലേക്കായിട്ട്. ഇനിയിപ്പം ഇവിടെ നിന്ന് എല്ലാവരുടെയും യാത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിറങ്ങി. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ നമുക്കിന്ന് ഇവരുടെ ഗിഫ്റ്റ് പൊട്ടിക്കാനായിട്ട് പറ്റി. അതെ അതെ അതെ, സാധാരണ ഇങ്ങനെ കൂട്ടുകാരെ വീട്ടിലൊന്നും പോയിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് പൊട്ടിക്കാനായിട്ട് പറ്റാറില്ല. 5 കുക്കർ 10-20 ഗ്ലാസിന്റെ കപ്പ്. പിന്നെ ഏറ്റവും മെയിൻ സാധനം എന്ന് വെച്ചാൽ ഫുഡാണ്. എത്ര തവണ ഫുഡ് കഴിച്ചടാ? ഞാൻ 5 വട്ടം അങ്ങോട്ടൊക്കെയാണ് ഫുഡ് കഴിച്ചത്. എന്റെ പൊന്നെ, എണ്ണയും മിണ്ണാക്കൊക്കെ ഒത്തിരി പോകും. അതിന് വയറൊക്കെ ചുമ്മാ വിഷയവാ. ഓ അമ്മയെ വിളിക്കണേ, അമ്മയ്ക്ക് റിംഗ് ടോൺ. ഓ അമ്മ ഞാനിപ്പോ തന്നെ വന്നേക്കാം, ഒന്ന് പിന്നെ വിളിക്കായിരിക്കും. എന്നാ പിന്നെ ഓക്കെ ബൈ. വീട്ടിലേക്ക് വിളിക്കട്ടെ. നമ്മുടെ കഴിഞ്ഞ സാധനമില്ലായിരുന്നു മറ്റേ ബ്ലൂപ്പ് എന്ന് പറഞ്ഞ് തിരിച്ചടിച്ചിട്ട് ഇങ്ങനൊരു സാധനം അടിച്ചു. ഹലോ 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 ഹലോ, ഞാൻ അടിമാലി വരാൻ വേണ്ടി ഇറങ്ങിയേ ഉള്ളൂ. 10 minutes later. നേരത്തെയാണോ? എന്നാ കുറച്ചൊരു കഴിഞ്ഞിറങ്ങാം. ഓക്കെ. ബ്ലോഗിന് പുറത്തെ ജിത്തു.